അപ്പോൾ ഇന്ന് നമ്മൾ 4 മണിക്ക് നല്ല ചൂട് പാൽച്ചായയും അടയണേ. അപ്പോൾ അടയ്ക്ക് വേണ്ടിയിട്ട് ഇതാ പൊടി 1.5 പാത്രം ഗോതമ്പ് പൊടി, അതിലേക്ക് 1 മുറി തേങ്ങ, ഒരു ശർക്കര, ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ്, വെള്ളം കുഴയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം കേട്ടോ. നമ്മൾ വാഴേൻ്റെ ഇല കേട്ടോ നമ്മൾ ഉണ്ടാക്കണേ. വാഴേൻ്റെ ഇല നമ്മൾ കഴുകിയുടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ പണി തുടങ്ങാം കേട്ടോ. കുറച്ച് ഉപ്പിട്ടെടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. പച്ചവെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത് ഇതാട്ടോ. അപ്പോൾ നമ്മൾ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് 1 മുറി തേങ്ങയ്ക്ക് നമ്മളെ 1 ശർക്കരൻ്റെ വെല്ലം അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ഇങ്ങനെ കുഴച്ചെടുക്കാം ജോയിൻ്റ്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് നമ്മളെ ഇല ഉണ്ടല്ലോ, ആ ഇലയ്ക്ക് കുറച്ച് ഇതേപോലെ ബോളാക്കിയിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ തൊട്ട് കൊടുത്ത് ഇങ്ങനെ പരത്തി വെക്കുക വാഴേൻ്റെ ഇലയിൽ. ഈ രീതിയിൽ കേട്ടോ. ഒരുപാട് കട്ടിയൊന്നും വേണ്ട, കട്ടി കുറച്ച് ഇതേപോലെ വയ്ക്കുക. അതിലേക്ക് തേങ്ങയും ശർക്കരയും ഇതേപോലെ നമുക്കിതിങ്ങനെ ഇല മടക്കി ഈ പാത്രത്തിൽ ഇങ്ങനെ കേട്ടോ. വെള്ളം ഏകദേശം തിളച്ച് നമ്മൾ ഇഡലി പാത്രത്തേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് ആവിയിൽ വേവിക്കാം കേട്ടോ. എല്ലാം നമ്മൾ വെച്ചു, നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ അടവട വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഓരോ പാത്രം നമുക്കൊന്ന് പൊളിച്ച് നോക്കിയാലോ. നല്ല സൂപ്പറായിട്ടുണ്ട്. നമുക്കൊന്ന് തിന്നിക്കാലോ. അടിപൊളിയാണ് നമ്മളല്ല, നല്ല ചൂട് പാൽച്ചായ ഇതിൻ്റെ കൂടെ അത് സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.